നിയന്ത്രണങ്ങൾ എവിടെയും ആവശ്യമാണ്. പക്ഷെ അത് അമിതമാകുമ്പോഴോ? അല്ല ഏതൊരാളും ഇപ്പോൾ വലിയ മുതിർന്ന ആളുകളാണെങ്കിൽ പോലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ എ ടു സെഡ് കാര്യങ്ങളിൽ ഒരു അമിതമായ നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആ പ്രക്രിയയോടും അല്ലെങ്കിൽ ആ ഒരു എന്താണോ എന്ത് കാര്യത്തിലാണോ നമ്മൾ നിയന്ത്രിക്കുന്നത് അതിലൊരു ഓവർകം ചെയ്യാനുള്ള അതിനൊക്കെ തരണം ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനൊന്ന് ചാലഞ്ച് ചെയ്യാനുള്ള മനസ്സാണ് മുതിർന്നവരായ നമ്മുടെ മനസ്സിൽ പോലും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് കുട്ടികളെ നിയന്ത്രണം ആവശ്യമാണ്, നിയന്ത്രിക്കൽ ആവശ്യമാണ്. പക്ഷേ അത് അമിതമായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ സർഗ്ഗശേഷികളും അതുപോലെ തന്നെ എന്താ പറയുക എല്ലാ കഴിവുകളും നശിക്കാനും അതിലുപരി രക്ഷിതാക്കളായ നമ്മളോട് ഒരു എഗെയിൻസ്റ്റ് മൈൻഡ് ഒരു ആൻറ്റി മൈൻഡ് ക്രിയേറ്റ് ചെയ്യാനാണ് അത് ഇടയാക്കുക എന്നുള്ളതാണ്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രഹസ്യങ്ങൾ അല്ലേ, ഏതൊരാൾക്കും അവരുടേതായ കുറേ സീക്രട്സുകൾ ഉണ്ടാവും. ആ സീക്രട്സുകൾ സീക്രട്ടുകളായിട്ട് തന്നെ നിലനിൽക്കട്ടെ. ഇപ്പോൾ കുട്ടികൾ ചില രഹസ്യങ്ങളായിട്ട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു അവരായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള സമയത്ത് ഇത് കുടുംബത്തിൽ ഒന്നാകെ പൊട്ടിക്കുന്ന സാഹചര്യം, പിന്നീട് ആ കുട്ടി നമ്മളിൽ നിന്ന് അകലുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട. ഇതൊക്കെ പ്രത്യേകിച്ച് ഉമ്മമാരാണ് ഈ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ഉമ്മമാരെ രക്ഷിതാക്കൾ രണ്ടുപേരും ശ്രദ്ധിക്കണം, എങ്കിലും ഉമ്മമാരോട് ഒന്നുകൂടി അടിവരയിട്ട് ഈ കാര്യം പറയുകയാണ്. നമ്മുടെ മക്കളുടെ സ്വകാര്യത ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കേണ്ടവരും സംരക്ഷിക്കേണ്ടവരും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടവരും മാതാക്കളായ നമ്മളാണ്, രക്ഷിതാക്കളായ നമ്മളാണ്. പക്ഷേ നമ്മൾ തന്നെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തൊരു സേഫ്റ്റിയാണ്, എന്തൊരു സുരക്ഷിത ബോധമാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ വന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അവർ നമ്മുടെ കുട്ടികൾക്കിടയിൽ പോലും ഇപ്പോൾ ഒരാളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ള മക്കളുടെ ഇടയിൽ പോലും നമ്മൾ ചർച്ച ചെയ്യരുത് എന്നതാണ് കുട്ടികൾ നമ്മളിൽ നിന്നും അകലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളതാണ്.